നമസ്കാരം. +1 അലോട്ട്മെന്റ്, മൂന്നാം അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. 15-ാം തീയതി 14-ാം തീയതി അർദ്ധരാത്രിക്ക് ശേഷം മൂന്നാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുട്ടികൾ എത്രയും പെട്ടെന്ന് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ ഏത് ഓപ്ഷനിലാണ് കിട്ടിയതെന്ന് പരിശോധിക്കുക. നമുക്കറിയാം, ഒരു ദിവസം നേരത്തെ ഇത് പ്രഖ്യാപിക്കാൻ, ഇന്ന് പ്രഖ്യാപിക്കുമെന്നായിരുന്നു പറഞ്ഞത്. ഇന്ന് പ്രഖ്യാപിക്കാൻ എങ്കിൽ പോലും 15-ാം തീയതി അതിരാവിലേക്ക് മുന്നേ പ്രഖ്യാപിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം 16-ഉം 17-ഉമാണ് അഡ്മിഷന് തന്നിട്ടുള്ള സമയം. അതായത് നാളെയും മറ്റന്നാളും 16-ാം തീയതിയും 17-ാം തീയതി 5 മണിക്കുള്ളിൽ അഡ്മിഷൻ പൂർത്തിയാക്കണം. 18-ാം തീയതി ക്ലാസ് തുടങ്ങുന്നു. അപ്പം നമ്മൾ ഈ ഒരു അവസരത്തിൽ കുട്ടികൾ സ്വീകരിക്കേണ്ട തന്ത്രപരമായിട്ടുള്ള ചില സമീപനങ്ങളുണ്ട്. അതാണ് ഞാനിവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം നമുക്ക് അറിയാം, നമുക്ക് ഈ രേഖയോടൊപ്പം ഈ മൂന്നാമത്തെ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് എവിടെയായാലും താൽക്കാലികം എന്നൊരു വാക്കേ ഇല്ല, സ്ഥിരമായിട്ട് ചേർന്നേ പറ്റൂ. അപ്പോൾ ഒരു സെക്ഷനിലും അൺഎയ്ഡഡിൽ താൽക്കാലികമില്ല, പിന്നെ അൺഎയ്ഡഡിൽ പിന്നെ പറഞ്ഞു വെക്കുന്നതുകൊണ്ടുള്ള ഇതാണ്. മാനേജ്മെന്റ് കോട്ടയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, കമ്മ്യൂണിറ്റി കോട്ടയിൽ താൽക്കാലികമില്ല, മുഖ്യ അലോട്ട്മെന്റിൽ താൽക്കാലികമില്ല. എവിടെയാണോ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 60% ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, പഠിക്കാമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ നാളെയോ മറ്റന്നാൾ 17-ാം തീയതി 5 മണിക്കുള്ളിൽ ഫീസ് അടച്ച് ചേരണം. നമ്മളുടെ എല്ലാ ഡോക്യുമെൻസും, TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അലോട്ട്മെൻറ്റ് ലെറ്റർ, കമ്മ്യൂണിറ്റി ഏതെങ്കിലും ഉണ്ടെങ്കിൽ റേഷൻ കാർഡിൻ്റെ കോപ്പി ആവശ്യമുണ്ടെങ്കിൽ അത് എല്ലാം നിങ്ങൾ കാണിച്ചിരിക്കുന്ന അധികമായിട്ട് ബോണസ് പോയിന്റിനും ഒക്കെ ടൈ ബ്രേക്കിനും ഒക്കെ നിങ്ങൾ കാണിച്ചിരിക്കുന്ന, നിങ്ങൾ അവകാശപ്പെട്ടിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ ഹാജരാക്കിയിട്ട് വേണം നിങ്ങൾ ഫീസ് അടച്ച് ബന്ധപ്പെട്ട സ്കൂളുകളിൽ നിങ്ങൾ ചേരാൻ. അങ്ങനെ ചേരുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. നാളെ 16-ാം തീയതി രാവിലെ മുതൽ 4 വഴികളാണ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുക. 4 വഴികൾ. ഒന്ന്, മുഖ്യധാരയിലുള്ള മുഖ്യ ഏകജാലകത്തിൻ്റെ മുഖ്യ അലോട്ട്മെന്റ്. ആ മുഖ്യ അലോട്ട്മെന്റിൽ 93,000 ചില്ലറ പേർക്കാണ് ഇന്ന് അലോട്ട്മെന്റ് പുതിയതായിട്ട് നൽകിയിരിക്കുന്നത്. 93,000 ചില്ലറ പേരുണ്ട്. അത് കൃത്യമായി ഞാൻ പറഞ്ഞാൽ പിന്നെ 93,594 പേർക്കാണ് ഇന്ന് പുതിയതായിട്ട് അലോട്ട്മെന്റ് നൽകി കഴിഞ്ഞു. ഒന്നത്, കുറേ പേർക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവരുടെ ഓപ്ഷൻസ് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ 93,594 പേര് മുഖ്യ അലോട്ട്മെന്റിൽ, 16,351 സീറ്റുകൾ കമ്മ്യൂണിറ്റിയിൽ ഫില്ല് ചെയ്യാനുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുള്ള സ്കൂളുകളിൽ റാങ്ക് ലിസ്റ്റ് റെഡിയാണ്. അതിലേക്കുള്ള പ്രവേശനവും നാളെ രാവിലെ 9 മണിക്ക് ശേഷം നടന്നു തുടങ്ങും. അപ്പോൾ മുഖ്യ അലോട്ട്മെന്റ് ഏകജാലകത്തിൽ നാളെ 9 മണിക്ക് ശേഷം നടന്നു തുടങ്ങും. ഇന്ന് ഒരിടത്തും ഒരു അഡ്മിഷനും ഇല്ല. നാളെ 9 മണിക്ക് മുമ്പ് നിങ്ങൾ എങ്ങോട്ടും പോകണ്ട. ഇന്ന് ഞായറാഴ്ചയാണ്, സ്കൂൾ ഓപ്പൺ അല്ല, വേറെ അഡ്മിഷൻ ഒന്നും നടക്കില്ല. നാളെ 9 മണിക്ക് ശേഷമാണ് പ്രവേശന നടപടികൾ ആരംഭിക്കുകയുള്ളൂ. കമ്മ്യൂണിറ്റി കോട്ടയിൽ 16,351 സീറ്റുകൾ ഇനിയും നിയമിക്കേണ്ട സീറ്റിൽ പ്രവേശനം കൊടുക്കാനുണ്ട് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുക. മൂന്നാമത്തെ വഴി മാനേജ്മെന്റ് കോട്ടയാണ്. മാനേജ്മെന്റ് കോട്ടയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, കുറേ പേര് അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ആ പറഞ്ഞു വെച്ചവരുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പുറം കിട്ടിയാൽ അപ്പുറം പോവില്ല, ഇത് കിട്ടിയാൽ അത് വേണ്ട. അപ്പോൾ മാനേജ്മെന്റ് കോട്ടയിൽ ചില ഡൊണേഷൻസും മറ്റ് PTA ഫണ്ടുകളൊക്കെ കുറച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അത് പറഞ്ഞ് ധാരണ എങ്കിൽ പോലും ഇപ്പുറത്ത് മുഖ്യ ഏകജാലകത്തിൻ്റെ മുഖ്യ അലോട്ട്മെന്റിൽ കിട്ടിയാൽ അപ്പുറത്തോട്ട് മാറേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിറ്റിയിൽ കുഴപ്പമില്ലാത്ത സ്ഥലത്താണ് കിട്ടിയെങ്കിൽ അപ്പുറം മാറേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ധാരണയിലായിരിക്കും ഇവിടെ നിൽക്കുന്നത്. എന്ത് തന്നെയായാലും ഈ ധാരണകളൊക്കെ 17-ാം തീയതി 5 മണിക്കുള്ളിൽ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ, അല്ല അത് വേണോ ഇത് വേണോ എന്നൊക്കെ തീരുമാനിക്കേണ്ട ഒരു സമയം എത്തിക്കഴിഞ്ഞു. ഇതൊന്നും ഇല്ലെങ്കിൽ 4-ാമത്തെ വഴി എന്ന് പറയുന്നത് അൺഎയ്ഡഡ് സ്കൂളുകളാണ്. അപ്പം 4 വഴികൾ
നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ 4 വഴികളിൽ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് മാത്രം കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷ കൊടുത്ത് റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ പ്രവേശനം കിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു മാനദണ്ഡം, ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുഖ്യ അലോട്ട്മെൻറ്റ് നോക്കി പരിശോധിച്ചപ്പോൾ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട കുഴപ്പമില്ലാത്ത, അങ്ങനെ നമ്മൾ ചിന്തിക്കാവൂ. കാരണം ഇത് 3rd അലോട്ട്മെൻറ്റാണ്. ഈ 3rd അലോട്ട്മെൻറ്റിൽ വേറെ എക്സ്ക്യൂസ് ഒന്നുമില്ല. നമ്മൾ ചേർന്നേ പറ്റൂ. എവിടെയെങ്കിലും ഫീസ് അടച്ച് ചേർന്നേ പറ്റൂ. നമ്മുടെ സീറ്റ് ഉറപ്പിക്കേണ്ട സമയമാണ് നാളെയും മറ്റന്നാളും. അപ്പോൾ മുഖ്യ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത, നമ്മൾ ഏറ്റവും 100% ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ലാത്തത് കിട്ടിയെങ്കിൽ നിങ്ങൾ അവിടെ ഫീസ് അടച്ച് ചേരുക എന്താണ് എൻ്റെ ഒരു ഉപദേശം. ഇനി നിങ്ങൾക്ക് അവിടെയുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് എവിടെയുണ്ട്? ഇവിടുത്തെ നിങ്ങൾ കുറച്ചതാണ്. അലോട്ട്മെൻറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, മുഖ്യധാരയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചതാണ്. നിങ്ങൾക്ക് അവിടെ അത്ര പോരാ. മുഖ്യ അലോട്ട്മെൻറ്റിൽ, ഏകജാലകത്തിൻ്റെ മുഖ്യ അലോട്ട്മെൻറ്റിലെ മെറിറ്റിൽ കിട്ടിയത് എനിക്ക് അത്രയങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഒരക്കൈ കമ്മ്യൂണിറ്റിയിൽ നോക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ നോക്കണം. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് ഉള്ളവരാണെങ്കിൽ നാളെ മുതൽ അത് ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യാതെ അത് കിട്ടില്ല. നിങ്ങൾ ഈ പല സ്കൂളിലും ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഉയരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടി, ഒരു എക്സാമ്പിളാണ്, എന്നെ നേരിട്ട് വിളിച്ച കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. 50ാമത്തെ റാങ്കുള്ള ഒരു കുട്ടി, കമ്മ്യൂണിറ്റി കോട്ടയിൽ 50ാമത്തെ റാങ്കുള്ള കുട്ടിയെ സ്കൂൾ അധികൃതർ വിളിച്ചിട്ടില്ല, കുട്ടി അറിഞ്ഞിട്ടില്ല. പക്ഷേ 70ാമത്തെ റാങ്കുള്ളയാൾക്ക് സ്കൂൾ അധികൃതർ പ്രവേശനം കൊടുത്തു. അപ്പോൾ ചില താല്പര്യങ്ങൾ ഈ കമ്മ്യൂണിറ്റി കോട്ടയിൽ കടന്നുകൂടാം. അതായത് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ വളരെ പുറകിലാ റാങ്ക്, അപ്പോൾ മുമ്പിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞ് വിളിക്കാതെ നിയമനം കൊടുക്കുന്ന ഒരു രീതിയൊക്കെ പല എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ അങ്ങനെ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മുഖ്യധാരയിൽ നിങ്ങളുണ്ട്, മുഖ്യ അലോട്ട്മെൻറ്റിൽ നിങ്ങളുണ്ട്, ആ ഉള്ളത് നിങ്ങൾക്ക് 17-ാം തീയതി 5 മണി വരെ അവിടെ നിൽക്കും, പേടിക്കണ്ട. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ കമ്മ്യൂണിറ്റിയിൽ കിട്ടുമോ എന്ന് നോക്കാനാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അവിടുത്തെ മുനിസിപ്പലെ നേരിട്ട് കണ്ട് എൻ്റെ റാങ്ക് എത്രയേ എനിക്ക് വേണമെങ്കിൽ വെള്ള പേപ്പറിൽ ഒരു റിക്വസ്റ്റ് കൂടി ഇവിടെ എഴുതി കൊടുത്തോളൂ. അപ്പോൾ ഫോൺ നമ്പർ എല്ലാം കൊടുക്കണം. ഫോൺ നമ്പർ 1, 2 ഫോൺ നമ്പർ കൊടുക്കണം. ഫോൺ നമ്പർ അലേർട്ടായിരിക്കണം എപ്പോഴും. ആ ഫോണ് നമ്മൾ അലേർട്ടായിട്ട് വെക്കണം. അവിടെ നടക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആദ്യത്തെ 15 സീറ്റിലേക്ക് അതിലുള്ള ക്രമത്തിൽ പല ഓപ്ഷനും കൊടുത്തവരുണ്ടാവും. സയൻസിലാണ് വേണ്ടതെങ്കിൽ സയൻസിൽ ആദ്യത്തെ 15 പേരെ നമ്പറിൽ വിളിക്കും. വിളിച്ചപ്പോൾ 5 പേരെ വന്നിട്ടുള്ളൂ, പോയിട്ട് 10 ഒഴിവുണ്ട്. അതിനൊക്കെ ഒരു നിശ്ചിത ടൈം വെക്കും. ഇനി ഒരുപാട് സമയം തരില്ല. നാളെ 12 മണിക്കുള്ളിൽ വരുന്നവർക്ക് പ്രവേശനം, അങ്ങനെയൊക്കെയാണ് പറയുക. അല്ലെ നാളെ 11 മണിക്കുള്ളിൽ വരുന്നവർക്ക് പ്രവേശനം. അപ്പോൾ 11 മണിക്കുള്ളിൽ വരാത്ത 10 പേരുണ്ട്. ആ 10 പേര് അടുത്ത 10 ആ ബാക്കിലുള്ള 10 പേരിൽ നിന്നും വിളിക്കും. അങ്ങനെയാണ്. അപ്പോൾ 10 പേരിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് റാങ്ക് 30 വരെയായി. ആ 10 പേരിൽ വിളിച്ചപ്പോൾ 2 പേരേ വന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു നാളെ 2 മണി വരെ ആണെങ്കിൽ മാത്രമേ ഇത്. 2 മണിക്ക് പുതിയ ആൾക്കാരെ വിളിച്ചു. വീണ്ടും ഒരു 8 വേക്കൻസി ആയിരുന്നു. അപ്പോൾ 38 വരെ വിളിച്ചു. 8 പേരെ കൂടി വിളിച്ചു. 8 പേരെ വിളിച്ചപ്പോൾ അതിൽ അന്ന് 4 മണി വരെ സമയം പറഞ്ഞത്, 5 മണി വരെയാണ് സമയം പറഞ്ഞത്. അപ്പോൾ 38-ൽ 2 പേര് വന്നു. പോയിട്ട് 6 വേക്കൻസി ഇനിയുണ്ട്. അപ്പോൾ അതിന് അടുത്ത 6 പേരെ വിളിച്ചു. അപ്പോൾ 6 പേരെ വിളിക്കുമ്പോൾ 44 വരെ വിളിച്ചു. നാളെ 10 മണിക്ക് വരാനാണ് പറഞ്ഞത്. 10 മണിക്ക് 11 മണിക്കുള്ളിൽ വന്ന് ചേരാം. 11 മണിക്കുള്ളിൽ ആരും വന്നില്ല. നമ്മൾ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും, 6 വേക്കൻസി ഉണ്ട്. ആ 44-ൽ നിന്ന് വീണ്ടും 6 പേരെ വിളിച്ചു. 50 പേര് റാങ്കായി. അപ്പോൾ ഒരാളാണ് വന്നത്. 11 മണിക്ക് വീണ്ടും പറയുന്നു 1 മണിക്കുള്ളിൽ വന്നാൽ നിങ്ങൾക്ക് 5 പേരെ വീണ്ടും വിളിച്ചു. 55-ാമത്തെ റാങ്ക് വരെയായി. 55-ാമത്തെ റാങ്ക് വരെ വിളിച്ചപ്പോൾ ആരും വന്നില്ല. കാരണം അവരൊക്കെ മറ്റ് സ്കൂളുകളിൽ ചേർന്ന് പോയി. മുഖ്യധാര അലോട്ട്മെൻറ്റിൽ അവരൊക്കെ ചേർന്ന് പോയി. ആ രീതിയിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇതിന് ഈ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് കൃത്യമായ ഫോളോ അപ്പ് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നും ഇല്ല എങ്കിൽ അവർ സീറ്റ്, അവിടെ ഉണ്ടാകുന്ന സീറ്റ് എല്ലാവരും അല്ല കേട്ടോ, നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. നിങ്ങളെ വിളിച്ചു, ഞങ്ങൾ നിങ്ങളെ വിളിച്ചു, കിട്ടിയില്ല, അപ്പം ഞങ്ങൾ അടുത്തയാൾക്ക് കൊടുത്തു. ഇതായിരിക്കും അവരുടെ മറുപടി.
അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പ്രിൻസിപ്പലിനെ കണ്ട് വേണമെങ്കിൽ ഒരു നിങ്ങളുടെ റാങ്കും അതിൻ്റെ ഒരു അപേക്ഷയൊക്കെ കൊടുത്ത് ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും സാറേ, ഫോൺ നമ്പറൊക്കെ അഡീഷണലായിട്ട് കൊടുത്ത് ബന്ധപ്പെട്ട് നിന്നാൽ മാത്രമേ. ഓർമ്മിക്കുക, ഏകജാലകം മുഖ്യ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയാലും അതവിടെ മറ്റന്നാൾ 17-ാം തീയതി 5 മണി വരെ അവിടെ ഉണ്ട്, എപ്പോൾ വന്നാലും ചേരാം. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ കാല് വെച്ചിട്ടാണ് നമ്മൾ അടുത്തതിൽ അതിനേക്കാൾ ബെറ്റർ ആണെങ്കിൽ പോവേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി കമ്മ്യൂണിറ്റിയിൽ മറ്റേലും ഒന്നും കിട്ടിയില്ല, ഏകജാലകത്തിലെ മുഖ്യത്തിൽ തന്നെയാണ് ഒരുവിധം കുഴപ്പമില്ലാത്തെങ്കിൽ നിങ്ങൾ ഒന്നും പിന്നെ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഏകജാലകത്തിൻ്റെ മുഖ്യ അലോട്ട്മെൻറ്റിൽ തന്നെ ചേർന്നോളൂ ഫീസ് അടച്ച്. ഇനി ഏകജാലകത്തിൻ്റെ മുഖ്യ അലോട്ട്മെൻറ്റിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തതാണ് കിട്ടിയത്, കമ്മ്യൂണിറ്റിയിലും ഏറ്റവും പുറകിലാണ് റാങ്ക് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാനേജ്മെൻറ്റ് കോട്ടയിൽ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളിത് കമ്പയർ ചെയ്യണം, താരതമ്യം ചെയ്യണം, മൂന്നും വെച്ചിട്ട് താരതമ്യം ചെയ്യണം. എന്നിട്ട് മാനേജ്മെൻറ്റിൽ ചേരുക. മാനേജ്മെൻറ്റിൽ ചേരുമ്പോൾ ശ്രദ്ധിക്കണം, മറ്റന്നാൾ 17-ാം തീയതി 5 മണിക്കുള്ളിൽ നിങ്ങൾ അവിടെ ഉറപ്പിച്ചിരിക്കണം. ചേരുകയാണെങ്കിൽ ഉറപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ കുഴപ്പം എന്താ, മുഖ്യധാര അലോട്ട്മെൻറ്റിൽ ഏകജാലകത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസിൽ കൊമേഴ്സിൽ നിന്ന ഒരാളാണെങ്കിൽ അവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ 5 മണിക്കുള്ളിൽ ചേർന്നില്ലെങ്കിൽ ഇവിടെയും അവസരം നഷ്ടപ്പെടും. പിന്നെ വേറെ സപ്ലിമെൻ്ററിക്ക് നിങ്ങൾക്ക് കൊടുക്കാനും പറ്റില്ല. ഇതിൽ കിട്ടിയ ഒരാൾക്ക് സപ്ലിമെൻ്ററിക്ക് കൊടുക്കാൻ പറ്റില്ല. സപ്ലിമെൻ്ററിയുടെ അപേക്ഷയൊക്കെ സ്വീകരിക്കുന്ന എപ്പോഴാണ്, പ്രവേശനം തുടങ്ങുന്നത് ജൂൺ 28-നാണ്. 10 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതിനുള്ളിൽ കോഴ്സ് മാറ്റവും ട്രാൻസ്ഫറും ഒക്കെ നടക്കാനുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, 10 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ അത് നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം, വളരെ ശ്രദ്ധിച്ച് നമ്മൾ കാര്യങ്ങളെ സമീപിച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഇതൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ സമീപത്ത് അൺഎയ്ഡഡ് സ്കൂളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സമീപിക്കാം. അൺഎയ്ഡഡ് സ്കൂളിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരുന്നു, അത്രയും ഡൊണേഷൻ വേണ്ടി വരില്ല. അവിടെ ഓരോ മാസവും ഫീസ് ഉണ്ടാവും. ആ ഫീസ് ഉപയോഗിച്ചാണ് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത്. അതാണ് അൺഎയ്ഡഡ് സ്കൂൾ എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ സഹായമില്ലാത്ത സ്കൂളാണ്, എന്നാൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള സ്കൂളാണ് അൺഎയ്ഡഡ് സ്കൂൾ. അപ്പോൾ അൺഎയ്ഡഡ് സ്കൂളിൽ 19,805 സീറ്റുകൾ ബാക്കിയുണ്ട്. ഇപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയിൽ 37,489 സീറ്റുകളിലേക്ക് നാളെ മുതൽ പ്രവേശനം നടത്താനിരിക്കുന്നേ ഉള്ളൂ. അൺഎയ്ഡഡ് സ്കൂളിൽ 51,805 സീറ്റുകളിലേക്ക് നാളെ മുതൽ പ്രവേശനം നടത്താനിരിക്കുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് പോയി വരാൻ സൗകര്യമുള്ള സ്കൂളുകളാണെങ്കിൽ നിങ്ങൾക്ക് അൺഎയ്ഡഡ് സ്കൂളുകളും സ്വീകരിക്കാം. വലിയ ഫീസൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് അവിടെ ബന്ധപ്പെട്ടിട്ട് എത്ര ഫീസാണെന്നൊക്കെ ചോദിച്ച് ഉറപ്പിച്ച് നിങ്ങൾക്ക് അൺഎയ്ഡഡ് സ്കൂളിൽ കൊടുക്കാവുന്നതാണ്. ആ അപേക്ഷയൊക്കെ അവർ പിന്നെ നിങ്ങൾ നേരത്തെ അപേക്ഷ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യും. കമ്മ്യൂണിറ്റി കോട്ട മാത്രമേ അങ്ങനെ നേരത്തെ അപേക്ഷ കൊടുക്കണമെന്ന് നിർബന്ധമുള്ളൂ. മറ്റ് മാനേജ്മെൻറ്റ് കോട്ടയിലും അവർ അല്ലാത്ത രീതിയിലൊക്കെ വേണമെങ്കിൽ അപേക്ഷ സ്വീകരിച്ച് നമുക്ക് പുതിയതായിട്ട് അവരെ സമീപിച്ചാലും ഒഴിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇതൊന്നും കിട്ടിയില്ല, ഇതൊന്നും ഞാൻ ചേരാൻ തീരുമാനിക്കുന്നില്ല, കമ്മ്യൂണിറ്റി പിന്നെ മാനേജ്മെൻറ്റ് അൺഎയ്ഡഡ് സ്കൂളിൽ എനിക്ക് അത്രയും പൈസ കൊടുക്കാനില്ലെങ്കിൽ നിങ്ങളുടെ ടൗണിൽ, നിങ്ങൾ താമസിക്കുന്നതിൻ്റെ ഏറ്റവും അടുത്ത ടൗണിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ടാവും. ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഹ്യൂമാനിറ്റീസും കൊമേഴ്സിൻ്റെയും ബാച്ചുകൾ ഉണ്ടാവും. അവിടെയും നമ്മൾ ഫീസ് കൊടുക്കണം. അതും ഇതും തുല്യമാണ്, ഒരേ അംഗീകാരമുള്ള സ്കൂളുകളാണ് ഇതൊക്കെ, സ്ഥാപനങ്ങളാണ്. അവിടെ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിനും സാധാരണ +2ൻ്റെ പബ്ലിക് എക്സാം തന്നെയാണ് അവരും എഴുതുന്നത്. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു. വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തു തന്നെയായാലും, എത്രയോ ഒഴിവുകളാവും, 2 ലക്ഷത്തിനടുത്ത് 2 ലക്ഷത്തി ചില്ലറ ഒഴിവുകളിലേക്കാണ് നാളെ മുതൽ പ്രവേശനം നടത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 3-4 ചാലുകളുണ്ട്. ഇപ്പോൾ പല ചാലിലും ഒരു കുട്ടി നിന്നാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒഴിവുകൾ വരും അവിടെ. ഇപ്പോൾ മുഖ്യ അലോട്ട്മെൻറ്റിലുള്ള ഒരു കുട്ടി കമ്മ്യൂണിറ്റിയിൽ പോയി ചേരുമ്പോൾ ആ മുഖ്യ അലോട്ട്മെൻറ്റിലുള്ള കുട്ടിയുടെ ഒഴിവ് അവിടെ വരികയാണ്. അപ്പോൾ അത് സപ്ലിമെൻ്ററിയിലേക്ക് പോകും. സപ്ലിമെൻ്ററി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണമാണോ ദോഷമാണോ എന്ന് ഞാൻ പറയില്ല. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഒഴിവുകൾ കൂടുതലുണ്ടായിരിക്കും. കാരണം ഒരേ കുട്ടി തന്നെ പലതിലും നിൽക്കുക, കമ്മ്യൂണിറ്റിയിലും അപ്പുറം നിൽക്കുമ്പോൾ കുട്ടി എവിടെയെങ്കിലും ഒരിടത്തേ ചേരുള്ളൂ. ഈ കമ്മ്യൂണിറ്റിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. സ്പോർട്സ് കോട്ടയ്ക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഉണ്ട്, പ്രധാനപ്പെട്ട മുഖ്യ ഏകജാലകത്തിൽ സപ്ലിമെൻ്ററി ഉണ്ട്, കമ്മ്യൂണിറ്റിയിലൊക്കെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളുണ്ട്. എന്താ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ
അതായത് 17-ാം തീയതി 5 മണിക്ക് നിലവിൽ കുറച്ചൊഴിവുകൾ മുഖ്യ ഏകജാലകത്തിൽ വന്നാൽ പിന്നെ അത് നികത്തുന്നത് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലുള്ള പുതിയ അപേക്ഷകൾ സ്വീകരിച്ചിട്ട് മാത്രമേ അത് നികത്തുകയുള്ളൂ. അപ്പോൾ 17-ാം തീയതി 5 മണിക്ക് ഏകജാലകത്തിൽ പിന്നെ 6700 ഒഴിവുകൾ ബാക്കിയുണ്ടെങ്കിൽ ആ 6700-ഉം എപ്പോഴാണ് നികത്തുക? സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി, അത് പുതിയതായിട്ട് അപേക്ഷ സ്വീകരിച്ചിട്ട് നികത്തും. ഈ അപേക്ഷയിൽ ഇപ്പോൾ കിട്ടിയ ഒരാൾക്ക് പോലും അതിൽ അപേക്ഷിക്കാൻ പറ്റില്ല. അതാ എൻ്റെ പ്രത്യേകത, അത് ശ്രദ്ധിച്ചോളണം. ഇപ്പോൾ പ്രവേശനം കിട്ടി, എനിക്കത് വേണ്ടാന്ന് തീരുമാനിച്ചാൽ മറ്റതിൽ അപേക്ഷിക്കാൻ നമ്മൾ കഴിയില്ല എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. അപ്പോൾ ഇത്രയധികം എൻ്റെ അഭിപ്രായത്തിൽ 2,07,000-ഓളം സീറ്റുകളിലേക്കാണ് നാളെ മുതൽ, അതായത് ജൂൺ 16-ാം തീയതി മുതൽ പ്രവേശനം ആരംഭിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിച്ച്, ഈ 4 വഴികളുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏകജാലകം വഴിയുണ്ട്, കമ്മ്യൂണിറ്റി കോട്ടയുണ്ട്, മാനേജ്മെൻറ്റ് കോട്ടയുണ്ട്, പിന്നെ അൺഎയ്ഡഡ് കോട്ടയുണ്ട്. ഈ 4 കോട്ടകളിലും കൂടി 2,07,000-ഓളം സീറ്റുകളിലേക്കാണ് പ്രവേശനം നടക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം, അത് അതിന് അർഹതപ്പെട്ടവർക്ക് മാത്രം. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. വളരെ നാളെ മുഖ്യ അലോട്ട്മെൻറ്റ്, നമ്മൾ ഏകജാലകത്തിലെ മുഖ്യ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 17-ാം തീയതി 5 മണിക്കുള്ളിൽ നിങ്ങൾ ചേർന്നാൽ മതി. തിരക്കിട്ടാലും എങ്ങനെയായാലും നിങ്ങൾക്കുള്ള സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. അക്കാര്യത്തിൽ പേടി വേണ്ട. എല്ലാ സർട്ടിഫിക്കറ്റുകളും, എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും നമുക്ക് ഉണ്ട്. ഇപ്പം കമ്മ്യൂണിറ്റിക്ക് മാത്രം ചില കമ്മ്യൂണിറ്റി റിസർവേഷനിലാണ് വന്നതെങ്കിൽ അവർ വില്ലേജ് ഓഫീസറുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാത്ത കമ്മ്യൂണിറ്റികളൊക്കെ തന്നെ TCയിൽ ഉള്ള ജാതി സ്വീകരിക്കാമെന്ന് ഗവൺമെൻറ് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. TCയിൽ നമ്മുടെ ഇപ്പോൾ ജാതി ഉണ്ടാവും, അത് മതി എന്നാണ് ഒരു വിവരം കൊടുത്തിരിക്കുന്നത്. അല്ലാത്ത കമ്മ്യൂണിറ്റി റിസർവേഷനിൽ ഈ തവണ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഇതെല്ലാം ഈ 93,000 ചില്ലറ പേരും ഓപ്പൺ മെറിറ്റിലുള്ളവരാണ് മുഖ്യ അലോട്ട്മെൻറ്റിൽ. മറ്റേ കമ്മ്യൂണിറ്റി കോട്ടയിൽ അവിടെ പറയുന്ന മാനദണ്ഡമാണ്. ഇതാണ് നിങ്ങൾക്ക് മുമ്പിൽ വെക്കാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതും പിന്നെ നിങ്ങളെ സഹായിക്കുന്നതുമായുള്ള നിർദ്ദേശങ്ങളടങ്ങിയ വീഡിയോസ് അടുത്തത് ഉടൻ വിടും. അത് നമ്മൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് സഹായകരമാവും. എല്ലാവർക്കും പ്രവേശനം കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ഭയപ്പെടാനൊന്നുമില്ല. സപ്ലിമെൻ്ററിയിൽ ആർക്കെങ്കിലുമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ സപ്ലിമെൻ്ററിയിൽ ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. ഇന്ന് തന്നെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ആ സപ്ലിമെൻ്ററിയിൽ പ്രവേശനം കിട്ടും. സപ്ലിമെൻ്ററിയിലൂടെ കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഒരുപക്ഷെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ചേർന്നാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ചേരാം, പഠിക്കാം. ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മൾ മനസ്സിനെ ഒന്ന് ഇതൊക്കെ പറഞ്ഞ് എല്ലാം ആഗ്രഹിച്ചത് തന്നെ കിട്ടിക്കോണമെന്നില്ല എല്ലാവർക്കും. അത് നമ്മൾ മാനസികമായിട്ട് അതിനുവേണ്ടി കൂടി ഒന്ന് തയ്യാറാവണം എന്ന ഒരു ടെൻഷനൊക്കെ ഒഴിവാക്കി നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.